നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അഥവാ JPCയിൽ നിർണായക നീക്കങ്ങൾ പലതും നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയുടെ ചില ഇടപെടലുകൾ അത് BJPയുടെ കണക്കൂട്ടലുകളെ പലതും തെറ്റിക്കുകയാണ്. അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രിയങ്കയുടെ മുന്നിൽ ഉള്ളത്. ഇന്ത്യ മുന്നണിയിൽ മറ്റ് പല നീക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. സമാനതകളില്ലാത്ത ഒരു നീക്കം BJPക്കുള്ളിൽ ഉടലെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 240 MP-മാരിൽ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യാൻ 40ഓളം MP-മാർ തയ്യാറാകുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള തീരുമാനം. വരാൻ പോകുന്ന സമ്മേളനത്തിൽ തീർച്ചയായും ലോക്സഭയിൽ അത്തരമൊരു പ്രമേയം അവതരിപ്പിക്കപ്പെടുമ്പോൾ സർക്കാർ അനിശ്ചിതത്വത്തിലേക്കാകും. നരേന്ദ്രമോദിക്ക് പദവി വിട്ടൊഴിയേണ്ടി വരുന്ന സാഹചര്യം ഉടലെടുക്കുന്നു. സ്പീക്കർ ഓം ബിർളയ്ക്ക് വലിയ തോതിൽ ശ്വാസം മുട്ടുകയാണ്. അദ്ദേഹത്തിന് അറിയാം ഈ മന്ത്രിസഭ കാലാവധി തികക്കില്ലെന്ന്. എന്നാലും എത്ര നാൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. കൃത്യമായി അദ്ദേഹം മന്ത്രിസഭയിൽ അംഗത്വം ഉണ്ടാകണം എന്നതായിരുന്നു എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. വീണ്ടും സ്പീക്കറാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. 2019-24 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്പീക്കർ സ്ഥാനം നിരവധിയായ ചോദ്യങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയത്. നിരവധി MP-മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെൻറ്റിൽ അസാധാരണ നടപടിയെടുത്തു എന്നുള്ള ഖ്യാതി കൂടി അദ്ദേഹം നേടി. എന്നാൽ ദുർബലമായ ഒരു ഭരണപക്ഷത്തെ ഇനി എങ്ങനെയായിരിക്കും പാർലമെൻറ്റിൽ സംരക്ഷിക്കുക എന്നത് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചോദ്യമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ മാറ്റാനുള്ള നീക്കം. പകരം അനുരാഗ് താക്കൂറിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. ഓം ബിർളയെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ചർച്ചയിലൂടെ പുരോഗമിക്കുമ്പോൾ അനുരാഗ് താക്കൂർ അതിൽ ഇഷ്ടം ഉള്ള വ്യക്തിയേ അല്ല. കാരണം BJPയുടെ ഏറ്റവും കൂടുതൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തികളിൽ ഒരാളാണ് അനുരാഗ് താക്കൂർ, അതുപോലെ തന്നെ കങ്കണ റണൌത്ത് ഉൾപ്പെടെയുള്ളവർ. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവിടുത്തെ പാർലമെൻറ്റിലെ അംഗബലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJPക്ക് 200 MP-മാർ നിലവിൽ തികച്ച് അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുന്നുണ്ട്. അവിശ്വാസ പ്രമേയം ഉടലെടുത്താൽ അത് തീർച്ചയായും ബാധിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ ഫ്യൂച്ചർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാവി തുലാസിലാകും. മറ്റ് രീതിയിൽ പ്രധാനമന്ത്രി സ്ഥാനം മാറി അത് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അമിത്ഷാ മോദി കൂട്ടുകെട്ട് എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണ്. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം അമിത്ഷായ്ക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ BJPയിൽ നേതാക്കൾ പലരും. എന്നാൽ രാജ്നാഥ് സിംഗിനും ഗഡ്കരിക്കും ഈ കാര്യത്തിൽ ഏറെ സന്തോഷകരമായിരിക്കും കാര്യം. പാർലമെൻറ്റിൽ എല്ലാ സ്ഥാനമാനങ്ങളും അമിത്ഷായും മോദിയും ഒറ്റയ്ക്ക് വഹിക്കുന്നു എന്നുള്ളത് പാർട്ടി യോഗങ്ങളിൽ വരെ നിശിതമായ വിമർശനം ഉന്നയിച്ച വ്യക്തിയാണ് നിതിൻ ഗഡ്കരി. അതിനെ പിന്തുണച്ച വ്യക്തിയാണ് രാജ്നാഥ് സിംഗ്. നമ്മൾ ഓർക്കണം, നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിൽ സുപ്രധാന പങ്കുവച്ച അതേ രാജ്നാഥ് സിംഗ് തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ മാറ്റണം എന്ന ആവശ്യം ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്നത്. അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ പലതും വെട്ടത്ത് വരും.